ഹലോ ഗായ്സ്, ഞങ്ങളുടെ ലവ് സ്റ്റോറി എന്ന ആദ്യ എപ്പിസോഡിന് ശേഷം ഞങ്ങൾ വന്നിരിക്കുന്നു രണ്ടാമത്തെ എപ്പിസോഡുമായി. ആദ്യ എപ്പിസോഡ് വമ്പിച്ച വിജയമായിരുന്നു. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ടു എന്ന് മനസ്സിലാക്കി. എല്ലാവരും ഒരുപാട് ലൈക്കാണ് അതിന് തന്നത്. എല്ലാവരും ചോദിക്കുന്നുണ്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇടണം എന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ആയതുകൊണ്ട് നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് വന്നിരിക്കുകയാണ്. അതാ വേറൊരാളും കൂടെ നമ്മുടെ വീഡിയോയിൽ പങ്കു ചേർന്നുണ്ട് കേട്ടോ. ഓ ദച്ച് ബേബി ഉണ്ടോ? ആയില്ല, ആദ്യം അല്ലുവേട്ടെ. ഓക്കേ, നമ്മുടെ മൂത്ത പുത്രനാണ്. എന്താ തിന്ന് വരുന്നത്? അടുക്കളയിൽ പോയിട്ട് എന്താ തിന്ന് വരികയാണ് ബോസ്. ഇതിലൂടെ പോയതാണ്, എന്നിട്ട് ഇതിലൂടെ കയറി വന്നു. വീടിന്റെ ഉള്ളിൽ ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ? അതാ അടുത്താളാ. അവളവിടെ സൈക്കിളിൽ കുത്തിരിക്കുകയാണ്. അല്ലൂട്ടനെ എടുത്ത് മടിയിൽ വെച്ചപ്പോ സൈക്കിളിൽ പോയി അവളെ കൂടെ പോയി വരണമെന്ന്. ഇങ്ങോട്ട് വരണോ? അവളെ കൂടെ കൊണ്ടുവരണോ അങ്ങോട്ടേക്ക്? മടിയിൽ ഇരുത്തിച്ചേരം ഓളെ ഇറങ്ങിപ്പോയി. അതാണ് ഓളെ കഥ. വെറുതെ ലാഗ് ചെയ്ത് പോണ്ട. അതെ അതെ അതെ. അപ്പൊ ഞങ്ങളുടെ ലവ് സ്റ്റോറിന്റെ കുറച്ച് കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. ആ ലവ് സ്റ്റോറിയില് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ പറയും, ഞാൻ പറയുന്നില്ല. അപ്പൊ അന്ന് ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? നമ്മളെ ഫസ്റ്റ് കണ്ടുമുട്ടിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. കണ്ടുമുട്ടി, അമ്പലത്തിൽ വെച്ച് കണ്ടു. അപ്പൊ അതൊക്കെ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് എന്താന്ന് വെച്ചാല് പിന്നെ ഞാൻ എന്താ അപ്പോൾ ഞാൻ ഡിഗ്രി പഠിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ഇന്റേൺഷിപ്പ് ഉണ്ട്. ഇനി ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് ഞാൻ കോട്ടയത്തേക്ക് പോയി ഒരു വർഷം അല്ലേ, കൊറോണേൻ്റെ മുന്നേ. കൊറോണ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഇനി കൊറോണ വന്നത്. പിന്നെ ഹോസ്റ്റലൊക്കെ പോയിട്ടപ്പോൾ ഞങ്ങൾ തിരിച്ചിങ്ങോട്ടേക്ക് പോകുന്നതാണ്. അപ്പൊ ആ സമയത്താണ് ഞങ്ങളൊന്ന് വിട്ടു നിന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നിയത്? വിട്ടു നിന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓള് പെട്ടെന്നാണ് കോട്ടയത്തേക്ക് പോയത് ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട്. ട്രെയിനിങ്ങിന് പോകുന്നതിൻ്റെ മുന്നേ ഞാൻ അവളോട് പറഞ്ഞ് നമ്മുടെ കാര്യം ഒന്ന് വീട്ടിൽ പറയാനുള്ളത്. അങ്ങനെ ഇവിടെ വീട്ടിൽ പറയുന്ന സമയത്ത് ട്രെയിനിങ്ങിന് നമുക്ക് ഇന്റേൺഷിപ്പിന് ബുക്ക് സബ്മിറ്റ് ചെയ്യാണ്ടാവില്ല, ലോഗ് ബുക്ക്. അപ്പൊ അത് ഫസ്റ്റ് ടേമിൻ്റെ സബ്മിറ്റ് ചെയ്യാൻ വന്നപ്പോഴാണ് പറഞ്ഞത്. അതെ, അപ്പൊ പറഞ്ഞ സമയത്ത് ആർക്കായാലും വീട്ടുകാർക്കാർക്കായാലും ചെറിയൊരു വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിപ്പോ ഏത് വീട്ടിലെ ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും ഉണ്ടാവും. പെട്ടെന്ന് ഇതിനെ കേൾക്കുന്ന സമയത്ത് അങ്ങനെ പിന്നെ ഇവിടെ ഫോണ് വാങ്ങി വെച്ച് ഫോണാണല്ലോ എല്ലാത്തിന്റെ ഒരു കാരണക്കാരൻ. അതുകൊണ്ട് ഇനി തൽക്കാലത്തെ ഫോണ് വേണ്ട എന്ന് വെച്ചിട്ട് ഫോണ് വാങ്ങി വെച്ച്. ഫോണ് വാങ്ങി വെച്ച സമയത്താണ് പിള്ളേരുള്ളതുകൊണ്ട് നമുക്ക് ഫുള്ള് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. ഫോണ് വാങ്ങി വെച്ച സമയത്ത് പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു ഇതുമില്ല. നാട്ടിലാകുന്ന സമയത്ത് എന്റെ വീട്ടിനടുത്താണ്. അതെ അതെ അതെ, പിന്നെ ദൂരെയാണ്. അങ്ങനെ എന്താക്കിയെന്ന് പറഞ്ഞാല് അടുത്ത ഞങ്ങൾക്ക് 2 ടേം ആയിട്ടാണ് കുട്ടികൾ വന്നത്. ഫസ്റ്റ് ഒരു 4 കുട്ടികൾ ലോഗ് ബുക്ക് സബ്മിറ്റ് ചെയ്യാൻ വന്ന്. അത് കഴിഞ്ഞിട്ട് അടുത്ത ബാച്ച് വന്ന്. അപ്പൊ ആ ബാച്ചിലുള്ള ഒരു കുട്ടീൻ്റെ കയ്യിൽ വേറൊരു ഫോണൊക്കെ വാങ്ങിയിട്ടാണ്. അതെ, ഞാനൊരു ഫോണ് വാങ്ങിക്കൊടുത്ത്. കാരണം കോണ്ടാക്ട് ചെയ്യാൻ വേറൊരു വകുപ്പും ഇല്ലാത്തതുകൊണ്ട് ഒരു ഫോണ് വാങ്ങിക്കൊടുത്ത്. ചില ലീവിന് വരുന്നൊരു കുട്ടി ഉണ്ടേനി, സെക്കൻഡ് ബാച്ചിൽ വരുന്നൊരു കുട്ടി. അവരുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് കോട്ടയത്ത് ഞാൻ ഫോൺ എത്തിച്ച്. അതിനുശേഷം ഈ നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ വന്ന് അത് കഴിഞ്ഞപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീട്ടിലൊക്കെ എല്ലാവർക്കും ഭയങ്കര സങ്കടം. ഫോണൊന്നും ഇല്ലാതെ പോയതല്ലേ. അപ്പം അമ്മയും അച്ഛനും കൂടെ കാണാൻ വന്നപ്പോൾ എൻ്റെ ഫോണൊക്കെ എനിക്ക് തിരിച്ചു തന്ന്. ഇനി ഇതൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഫോണൊക്കെ തിരിച്ചു തന്ന്. ഫോൺ വാങ്ങി. അപ്പൊ നിങ്ങളെ ഫോൺ ഞാൻ എന്താക്കി അവിടെ എടുത്ത് വെച്ച് സ്വിച്ച് ഓഫ് ചെയ്ത് ഇങ്ങനെ എടുത്ത് വെച്ച്. അങ്ങനെ അത് കഴിഞ്ഞ് മാർച്ചിലാണല്ലോ ഫെബ്രുവരി ലാസ്റ്റോ ആ സമയത്താണല്ലോ കൊറോണേൻ്റെ തുടക്കം വരുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ പേടിയായി. ഇനി അഥവാ ലോക്ക്ഡൗണോ അങ്ങനെ എന്തെങ്കിലും ആവുന്നതിൻ്റെ മുന്നേ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടുന്ന് എന്താക്കി ഒരു ദിവസം രാത്രി ഞങ്ങൾ അവിടുന്ന് ഒരു ട്രാവലർ അവരവിടുന്ന് അറേഞ്ച് ചെയ്തെന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ തിരിച്ചിങ്ങോട്ടേ പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആരും കാണുന്നില്ലല്ലോ, ലോക്ക്ഡൗൺ ആയില്ലേ, ആരും വീട്ടിൽ നിന്ന് പുറത്തന്നെ ഇറങ്ങുന്നില്ല.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പം ആണ് ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു കല്യാണത്തിനൊരു പ്രഷറൊക്കെ വന്നപ്പം വീണ്ടും കാര്യം കുത്തിപ്പോക്കി. അങ്ങനെ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും മാമനും അങ്ങനെ എല്ലാവരും കൂടെ ഇവിടെ വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ 1-2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10-40 പേര് അങ്ങോട്ടേ പോയി. അങ്ങനെ അത് 2021 അമ്മന്റെ മോളേടേ ഇവര് രണ്ടുപേരും അടിയാ. ഒരു സൈക്കിൾ 2 സൈക്കിൾ ഉണ്ട്. പക്ഷെ അല്ലൂന് ഓളെ സൈക്കിൾ തന്നെ വേണം. അപ്പൊ ഓള് എന്താക്കോ ഓൻ വന്നിരിക്കുമ്പോ ഓനെ പിടിച്ച് തള്ളും. അങ്ങനെയുള്ള കച്ചറയാണ് ഇവിടെ. കണ്ണീരതോ കണ്ണീര്. താറ്റ അമ്മ താറ്റുണ്ടോ താറ്റ എന്നിട്ട് അവളെ കണ്ണീരൊന്ന് തുടച്ചെടുക്ക്. കണ്ണീരതാ വന്നിക്കുന്ന. അയ്യോ കണ്ണീര് വന്ന് നോക്ക്, സങ്കടം വന്ന്. അപ്പം ഇവിടെ നിർത്തിയത്. അങ്ങനെ അത് കഴിഞ്ഞ് 2021 എൻഗേജ്മെന്റ് കഴിഞ്ഞ് പിന്നെ 1 വർഷം കഴിഞ്ഞിട്ട് എന്താ വെച്ചാൽ കൊറോണയൊക്കെ ഒന്ന് നിൽക്കുമെന്നൊക്കെ അറിയണം. നമുക്ക് ഫസ്റ്റ് ആയിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് ഏട്ടൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലും ഒക്കെ. അപ്പം നമുക്ക് എല്ലാവരും ഒന്ന് വിളിക്കണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് നീട്ടി വെച്ച് അങ്ങനെ 2022 ജനുവരി എന്താ ഡേറ്റ് പറയും? ജനുവരി 9 ഓർമ്മ ഉണ്ടല്ലേ? അങ്ങനെ കല്യാണം. അങ്ങനെ വലിയ സംഭവ ബഹുലമായ അടിപിടി കേസുകളൊന്നും ഇല്ല കേട്ടോ. കല്യാണം എന്താ വെച്ചാല് കേക്കൂല അതില്. അങ്ങനെ ഞങ്ങളെ എൻ്റെ നാട്ടിൽ പറഞ്ഞാൽ ഒരുപാട് കമ്പനിക്കാരൊക്കെ ഉണ്ട്. അപ്പൊ കമ്പനിക്കാരതിൽ ഞങ്ങളുടെ ഗാംഗില് ഏറ്റവും അവസാനമുള്ള ഒരാൾ ഞാനേനി. ബാക്കിയുള്ള എല്ലാ ആൾക്കാരെ കല്യാണം കഴിഞ്ഞു. അതിലിപ്പോ ഇഞ്ച് കല്യാണം ആയതുകൊണ്ടും പിന്നെ കൊറോണ ആ ഒരു റേഞ്ച് ആയതുകൊണ്ടും അങ്ങനെ ആർക്കും അതല്ല എന്റെ കല്യാണം വളരെ നന്നായിട്ട് നടത്തിയിട്ടുണ്ട് എന്നാ പറയാൻ വരുന്നത്. കാരണം വെച്ചാല് ബാക്കിയുള്ള ആൾക്കാരെ കല്യാണമൊക്കെ കൊറോണന്റെ ഇടയിൽ കുടുങ്ങിപ്പോയി. അപ്പൊ ഇവർക്ക് എന്താക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ എന്റെ കല്യാണം വരുന്ന വെച്ചാൽ ആ സമയത്ത് കോവിഡ് ഒന്നും ഇല്ലായിരുന്നു. വെച്ചാൽ കുറച്ച് ഗ്യാപ്പ് ആയി നിർത്തി ചെയ്യും. അതുകൊണ്ട് എന്താ പറയുക, നമ്മളെ കല്യാണ ഫോട്ടോസ് വേണേൽ ഈ വീഡിയോന്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് ഇടുന്നുണ്ട് കേട്ടോ. അതെ 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 അത് കുറെ പേര് കാണാത്തൊക്കെ ഉണ്ടാവും. അങ്ങനെ എന്താ പറഞ്ഞാല് ആ പരിപാടി നമ്മുടെ കമ്പനിക്കാരെല്ലാരും കൂടി ഭയങ്കര ഗ്രാൻഡായി കഴിഞ്ഞു. ഗ്രാൻഡ് പരിപാടി, ഹൽദി പാർട്ടി, കല്യാണം 3-4 ദിവസത്തെ പരിപാടിയാണ്. അത് ആ പരിപാടി ഗംഭീരാക്കിയതിന് ശേഷം പിന്നെയാണ് കൊറോണ വീണ്ടും അങ്ങോട്ട് പടർന്നതായിപ്പോയത്. രണ്ടാമത് വന്നത് അതാണ് ഭയങ്കര ഇതായത്. എത്ര ഒരുപാട് നമ്മളെ എന്താ പറയുക, നമ്മളെ കൊടുത്തിട്ട പൈസ എന്നൊക്കെ നമ്മൾ പറയല്ലോ. പെൺകുട്ടീൻ്റെ കല്യാണത്തിന് വരെ ഒരുപാട് പൈസ കിട്ടാത്തതൊക്കെ ആയിട്ട് വന്നു കൊറോണയുടെ സമയത്ത്. ചില പരിപാടി നടന്നാലും കാര്യങ്ങൾ നടന്നാലേ ഉള്ളൂ, എല്ലാവരും കയ്യിൽ പൈസ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരുപാട് കല്യാണം ഞാൻ തന്നെ കണ്ടിന് ഇങ്ങനത്തെ ഒരു ഇതായത്. പക്ഷെ എനിക്ക് കല്യാണം കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് കൊറോണ. പിന്നെ അത് പക്ഷെ അതിൽ മാത്രം ഒന്നും നിന്നില്ലല്ലോ, അത് പെട്ടെന്ന് കഴിഞ്ഞില്ല കൊറോണേൻ്റെത്. പക്ഷെ അതിന് മുന്നേ ആൾക്കാര് വീട്ടിൽ തന്നെ കുത്തിരിക്കാണല്ലോ, കയ്യിൽ പൈസ ഒന്നും ഇല്ലല്ലോ. ഇത് ഞങ്ങളുടെ ധ്രുവ് ബേബിയാണ്. ധ്രുവ് ബേബി ഇതാ അടുത്ത മാസം, ഇതിപ്പോ മെയ് അല്ലേ, ജൂലൈയിൽ അല്ലുവിന്റെ ബർത്ത്ഡേ ആണ്, 3ാമത്തെ ബർത്ത്ഡേ. ഞങ്ങൾ അംഗനവാടിയിൽ പോവാൻ റെഡി ആവുകയാണ് അല്ലേ? പറയ്, അടുത്ത മാസം അംഗനവാടി പോവും. പറയ്, പോവും. കണ്ടോ, ഓന് ഗുഡ് ബോയ് ആണ്. ABCD പഠിക്കണം. എന്തൊക്കെയാ പഠിക്കണ്ടേ? വായല് തേങ്ങ നിറച്ച് വന്നത് അടുക്കളയിൽ പോയിട്ട്. അമ്മമ്മ തേങ്ങ ചിരവുന്നുണ്ട് കറിക്ക്. ആ തേങ്ങ നിറച്ച് വന്നോ, തരിപ്പ് പോരുത് കേട്ടോ. അല്ലൂട്ടാ, ഈ അംഗനവാടി പോയി കഴിഞ്ഞാല് പപ്പ ആരെ കൂടെ വീഡിയോ എടുക്കുക? അല്ലുനെ നല്ലോണം മിസ് ചെയ്യും. ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നതിന്റെ ഉള്ളിൽ കൂടെ അടി പിടി കച്ചറയാണ്. ഇനിയിപ്പൊ അല്ലു അംഗനവാടി പോയാൽ എന്താക്കും അല്ലേ? വർത്താനം പറയണ്ട, തേങ്ങ തിന്ന ഫസ്റ്റ് ടൈപ്പ് പോവും. ഉണ്ട് മിണ്ടണ്ട. അപ്പൊ ബാക്കി അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ കഥ. കല്യാണം വരെ കഴിഞ്ഞ് ഇനി ഒരുപാട് കാര്യങ്ങളിൽ പറയാനുണ്ട്. ഇതിന്റെ ഗ്യാപ്പിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളെ ചെറുപ്പകാലത്തെ വിശേഷങ്ങൾ പറയാനുണ്ട്. ഇത് നമുക്ക് എന്നാല് അടുത്ത വീഡിയോ ആക്കി മാറ്റാം. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. ഓക്കെ.